എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെള്ളക്കടല റോസ്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി, പുട്ട്, ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1/4 കിലോ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്ത ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കണം. രാത്രിയിലാണ് ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അടുത്ത ദിവസം രാവിലെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെള്ളത്തിലിത് കുതിർത്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. ഇത് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ ഞാൻ മാറ്റിയ ശേഷം ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഈ കടല നികക്കെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരുന്നത് വരെയാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർത്തത്. കടുക് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ആദ്യം സവാളയൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്ത ശേഷമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കടല വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവാള നല്ലതുപോലെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുമാണ് ഞാൻ ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ വളരെ ചെറിയൊരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞ് വരാനുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ചേർക്കാനുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടലയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ കുക്കർ തുറക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അത് കളയണ്ട. വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 വിസിൽ വരുന്നത് വരെയാണ് ഈ കടല വേവിച്ചെടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കടലയ്ക്കനുസരിച്ച് ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വന്നേക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിവിടെ അടച്ചു വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇവിടെ ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ മസാലയെല്ലാം കടലയിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് ഗ്രേവി ഒട്ടും തന്നെ വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് തുറന്ന് തന്നെ വെച്ചിട്ട് ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ കിച്ചണിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിതിൻ്റെ ശരിക്കുള്ള കളറ് കാണാൻ പറ്റാത്തത്. ഇത് കുറച്ചുകൂടി നല്ലൊരു ഡാർക്ക് കളറാണ്. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് ചപ്പാത്തിക്കും പുട്ടിനും ചോറിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളക്കടല റോസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്